കഷ്ടമുണ്ട് കേട്ടോ നോറയുടെ കാര്യം. വല്ലാത്തൊരു ദിവസമായിരുന്നു പാവത്തിന്. അൻസിബയായിട്ട് തീ കൊളുത്തി വിട്ടു രാവിലെ. പിന്നെ മറ്റേ മാലപ്പടക്കത്തിന് തീ കൊളുത്തിയ പോലെ ജിൻഡോ, സിജോ, ജാസ്മിൻ, ഋഷി എല്ലാരും എടുത്തിട്ട് കണക്കിന് കൊടുത്തു പാവത്തിന്. എല്ലാത്തിനും പിന്നില് ബിഗ് ബോസ് രാവിലെ കൊടുത്ത ആ ഒരു ടാസ്ക് ആണ്. അപ്പൊ നോറ ലിവിംഗ് റൂമിലെ ഫ്ലോറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ലൈവില്, ഏതോ സെന്റിപ്പാട്ടും പാടി. ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കൂ ബിഗ് ബോസ്, എനിക്കൊരു കൺഫെഷൻ നടത്തണം ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് കിളി പോയിരിക്കുവാണെന്ന് തോന്നുന്നു. ഈ ലെവലില് എല്ലാരും കൂടി തേച്ചൊട്ടിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതും ഇത്താന്ന് വിളിച്ച് ചേച്ചിയമ്മയെ പോലെ കണ്ട ഒരാളുടെ അടുത്തു നിന്നും തന്നെ. ആദ്യം കിട്ടിയത് അവിടുന്നാണ്. അതാണ് ഹൈലൈറ്റ്. ഇനി ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് നോറയുടെ സെന്റി ട്രാക്ക് ആണോ എന്നും അറിയത്തില്ല കേട്ടോ. കരയുന്നൊന്നുമില്ല, പക്ഷെ ഒറ്റപ്പെടുത്തി എന്നൊരു സംഭവം, അതിങ്ങനെ ഔട്ട് പോകണം, അതിനു വേണ്ടിയാണ് ഇരിക്കുന്നത്. പിന്നെ അൻസിബ ഋഷിയുടെ അടുത്ത് ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു അവിടെ യെല്ലോ കോർണറിന്റെ അവിടെ വെച്ച് അവള് ടോപ്പ് 5-ലാണെന്നും വിന്നർ ആവുമെന്നും ഒക്കെ അവള് തന്നെ ഉറപ്പിച്ചിരിക്കുവായിരുന്നു. തെറ്റുകളൊന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് കൈയോടെ പൊക്കിയല്ലോ, അതിന്റെ ടെൻഷൻ കയറി ഔട്ട് ആവുമെന്ന് ഓർത്തുള്ള പേടിയാണ്. വിന്നർ ആവത്തില്ലേ അല്ലെങ്കിൽ ടോപ്പ് 5-ൽ വരത്തില്ലേ എന്നൊക്കെ ഓർത്തുള്ള പേടിയാണെന്ന് അൻസിബ് പറയുന്നു. അവളുടെ കള്ളത്തരം പിടിക്കപ്പെട്ടതിന്റെ പേടിയാണ്, ഉറപ്പാണ്, അതിന്റെ തന്നെ പേടിയാണെന്ന് അൻസിബ് തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഋഷി പറയുന്നു അവളുടെ ഔദാര്യൻ ട്രാക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആയേക്കാം എന്നുള്ള രീതി പറയുന്നു. ഇനിയിപ്പോ ഒരു കാര്യമില്ലടാന്ന് അൻസിബ പറയുന്നുണ്ട്. ഇത്രയുമായിരുന്നു പ്രധാന ലൈവ് അപ്ഡേറ്റുകൾ. പ്രേക്ഷകരുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് സെക്ഷനിൽ പങ്കുവെക്കുക. നമ്മൾ രാവിലെ പറഞ്ഞതാണ്, ആ വീഡിയോ ഒക്കെ എടുത്ത് വേണമെങ്കിൽ കാണാം. ടാസ്ക് തുടങ്ങാൻ പോവാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.